ഹരേ രാമ 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. ഹരേ രാമ 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ, പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിച്ചു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ഹരിക്കണം. കാകുൽസനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലിയിടിനാൻ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹവ്യാഘ്ര സൂകുന സൈരിമാവാരണാവ്യാണവല്ലൂകപ്രകാശികൾ മാനിച്ചബോധികളായുള്ള രാക്ഷസനകാനന്ദനിൽ മറ്റും ജന്തുക്കൾ സംഗീയാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചോട്ടേറെയുണ്ടാ ഭയമെന്നറിഞ്ഞിടവും. മൂലഫലങ്ങൾ കട്ടോളകഷായങ്ങൾ മാലെ ഭുജിപ്പതിനാവുന്നതും തത്ര നിർമ്മല വ്യഞ്ജാന ഭൂപന്നാഹമാനാദിതന്മതുക്ഷീരങ്ങളിൽ ഒരു നേരവും. നിമ്നോന്നത ഗുഹാഗര ശർക്കര ദുർമാകമേറ്റയും കണ്ടകബന്ധവും നേരെ പെരുവഴിയും അറിയാമതല്ലാരെയും കാണുവാനുമില്ലറിഞ്ഞിടുവാൻ. ശീതവാദാതമപീഡയും പരമം പാദചാരേണ വേഷം നടഞ്ഞിടുവാൻ. ചുട്ടനായുള്ള ഒരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറിയിടും. എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചെങ്കിലും നേടുക. പന്നീടുവാൻ 14 സംവത്സരം ചൊന്നാലതിനുടൻ ഇല്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിമാരോട് പിന്നെയും ചൊല്ലിനാൻ, നാഥാപതിവൃതയാം ധർമ്മഭക്തിനാൻ ആധാരവും എനിക്കാരുമേ ആധാരവുമില്ല മറ്റെനിക്കാരുമേ യതുമേ തോട്ടമില്ലാതെയാതിരേ. പാദശുശ്രൂഷാവുതം മുടക്കായമേ നിന്നുടെ സന്നിധവും സന്തതം. വാണിയിടുമെന്നെ മറ്റാർക്കും പീഡിച്ചൂടുമോ താനും പീഡിച്ചൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ല പോജിത്തമെനിക്കമതോടു സമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂട്ടുമൂത്തുള്ള കല്ലും മുള്ളം പുഷ്പാതരണതുല്യങ്ങൾ എനിക്കതും പുഷ്പമാണോപമേരി വെടിഞ്ഞിടലാം. ഏതുമേ പീഡയുണ്ടാകില്ല മൂലം വൈദിയും മേലുമെനിക്കില്ല ഭർത്താവേ. കശ്യധിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു, ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യമിതിന്നെയോ മറ്റു ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവരനാമോദമോട് പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ. ജാനകിയോടുകൂടാതെ രൂപരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു കണ്ടോ രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണിക്കലോ. പാണീഗ്രഹണമന്ത്രാർത്ഥമോൾക്കണം പ്രാണാവസാന കാലത്തും വിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടിരുന്നുള്ളൂകിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്നിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടതു. മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു, നാരായണ നാരായണ നാരായണ. ശ്രീരാമൻ പറഞ്ഞു കേട്ട് സുന്ദരിയായ സീത പറഞ്ഞു, വനത്തിലേക്ക് ഞാൻ മുമ്പേ നടക്കും, എന്നെ പിന്നാലെ അങ്ങ് എഴുന്നള്ളണം. എന്നെ പിരിഞ്ഞു പോകുന്നത് ഒരു വിധത്തിനും അങ്ങേക്ക് യോജിച്ചല്ല. പ്രിയമായി സംസാരിക്കുന്ന സീതാദേവിയോട് ശ്രീരാമൻ പറഞ്ഞു, മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാട്ടിലേക്ക് നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഭയങ്കരങ്ങളായ സിംഹം, കടുവ, പന്നി, കാട്ടുപോത്ത്, ആന, പാമ്പ്, കരടി, ചെന്നായി കുടുങ്ങി തുടങ്ങിയവയും മനുഷ്യരെ പിടിച്ചിരുന്ന രാക്ഷസന്മാരും മറ്റു ദുഷ്ടജന്തുക്കളും അവിടെ കണക്കില്ലാതെയുണ്ട്. അവയെ കണ്ടാൽ നമുക്ക് ഭയവും സങ്കടവും ഉണ്ടാവും. സ്ത്രീകൾക്ക് പൊതുവേ പേടി കൂടുതലാണെന്ന് അറിയുക. കുട്ടി കയ്പും മുള്ളും ചവർപ്പുമുള്ള കായ്കളും കയ്പുള്ള കായ്കളും കിഴങ്ങുകളും ഒക്കെ ആയിരിക്കും ഭക്ഷിക്കാൻ കിട്ടുക. നല്ല കറികൾ, അപ്പം, ചോറ്, മധുരപാനീയങ്ങൾ, തേൻ, പാൽ മുതലായവൊന്നും ഒരു നേരവും കിട്ടില്ല. ഏറ്റവും ഇറക്കമുള്ളതും ഗുഹകളും മുഖാന്തരങ്ങളും ഉള്ളതുമാണ് വനം. ചരക്കല്ലുകൾ നിറഞ്ഞ ചീത്തവഴികളും മുള്ളുകൾ നിറഞ്ഞതാണ്. പെരുവഴി അറിയാനാവില്ല, ചോദിച്ചറിയാൻ ആരെയും കിട്ടുകയുമില്ല. തണുപ്പും കാറ്റും വെയിലുമെല്ലാം ഏറെ ശല്യം ചെയ്യും. കാൽനടയായിട്ടേ സഞ്ചരിക്കാൻ കഴിയൂ. ദുഷ്ടരായ രാക്ഷസന്മാരെ കൊണ്ട് സഹിക്കാൻ പോലും ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് അങ്ങമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് നീ ഇവിടെ തന്നെ വസിക്കും. 14 വർഷം കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇവിടെ തിരിച്ചെത്തും. ഇത് കേട്ട് വളരെ ദുഃഖത്തോടെ സീതാദേവിപ്പെടുന്ന ദാസ, ഞാൻ പ്രതിപതിയായ ധർമ്മഭക്തിയാണ്. എനിക്ക് ആശ്രയമായി മറ്റാരുമില്ലാതെ ഞാനിത് തെറ്റും ചെയ്തിട്ടില്ല. അങ്ങയുടെ വാദങ്ങളിൽ ശുശ്രൂഷ ഏൽപ്പിക്കുക എൻ്റെ വ്രതമാണ്. ആ വ്രതത്തിന് മുടക്കം വരുത്തരുതേ. എപ്പോഴും
അങ്ങയുടെ അടുക്കൽ തന്നെ വസിക്കുന്ന എന്നെ മറ്റാർക്കെങ്കിലും പീഡിപ്പിക്കാൻ കഴിയുമോ? കായ്കനികളോ കിഴങ്ങോ വെള്ളമോ എന്താഹാരമായാലും ഭർത്താവ് ഭക്ഷിച്ചിട്ട് ശേഷിക്കുന്നത് എനിക്ക് അമൃതന് തുല്യമാണ്. ഭർത്താവിനോടൊപ്പം നടക്കുമ്പോൾ എൻ്റെ കൂർത്ത കല്ലുകളും മുള്ളുകളും എല്ലാം എനിക്ക് പൂമെത്തയാണ്. കാമതുല്യനായ നാഥാ, നീ എന്നെ ഉപേക്ഷിക്കരുതേ. ഞാൻ നിമിത്തം അങ്ങേക്ക് ഒരു ശല്യവും ഉണ്ടാവുകയില്ല. എനിക്ക് ഒന്നിനോടും ഭയവുമില്ല. പണ്ട് ഒരു ജ്യോതിഷ പണ്ഡിതനായ ബ്രാഹ്മണൻ കണക്കൂട്ടി എന്നോട് പറഞ്ഞു, ഭർത്താവിനോടൊത്ത് വനവാസം ചെയ്യാൻ ഭവതി തീർച്ചയായും അവസരമുണ്ടാവും. ഇങ്ങനെ പണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണ്. ഇനിയും ഒരു കാര്യം കൂടി പറയാം. പല കവിശേഷന്മാരും രാമായണങ്ങൾ രചിച്ചത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവയിൽ ഏതിലെങ്കിലും സീതയെ കൂടാതെ രാമചന്ദ്രൻ വനത്തിൽ പോയതായി വർണ്ണിച്ചിട്ടുണ്ടോ? പ്രകൃതിയിൽ നിന്നും ഭിന്നനായ പുരുഷനുണ്ടോ? ആലോചിച്ചു നോക്കിയാൽ ഒന്നും രണ്ടും ഒന്ന് തന്നെയല്ലേ? വിവാഹവേളയിൽ ചൊല്ലുന്ന മന്ത്രത്തിന്റെ അർത്ഥം ചിന്തിക്കണേ. അത് നോക്കിയാൽ മരണവേളയിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയുമോ? അങ്ങനെ ഇരിക്കെ എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് തനിയെ വനത്തിലേക്ക് എഴുന്നള്ളുക ആണെങ്കിൽ ഈ പാദങ്ങളാണ് സത്യം. ഞാൻ ഇന്ന് തന്നെ പ്രാണത്യാഗം ചെയ്യുന്നുണ്ട്. എങ്കിലോ വല്ലവേ വരിക വൈകാതെ സങ്കടാമിന്ന് ചൊല്ലിയുണ്ടാകേണ്ട ദാനവരുദ്ധതിക്കായിക്കൊണ്ടു ചെയ്യുക നീ ദാനൈക രാജഭൂഷണമൊക്കവേ ഇസമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് ബുദ്ധിച്ചു ഗോത്രമന്മാരെ വരുത്തുകെന്നത്യാചരാമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രാഭരണങ്ങൾ പശുക്കൾ അർത്ഥമവിധിയില്ലാതോളമാതരാൻ ശ്രാദ്ധരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദായ വിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നോട് സോദരന്മാരായ ഭൂദേവദത്തമന്മാർക്കും കൊടുത്തിരുന്നു. പിന്നെ നിശാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നനായ മാനവനാശീൻ വചനവും ചെയ്തു. താപസന്മാരും ദ്വിജന്മാരും പെയ്തുന്ന സുജനങ്ങളും ജാനകീ ദേവിയും അൻപോടരും ജനിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ രക്ഷണ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശേഷവും ചെയ്തു. നന്നായ അനുഗ്രഹം ചെയ്തു തനേനു പിന്നെ ഉപദേശമാക്കുമരുൾ ചെയ്താൻ. ദേവി വിധം പറഞ്ഞു കേട്ട രാഘവൻ കുഞ്ചിരിയോടെ പറഞ്ഞു, പ്രിയെ എങ്ങനെയാണെങ്കിൽ കൂടെ പോന്നുകൊള്ളുക. ഇനി ഇത് ചൊല്ലി വെങ്കടപ്പേണ്ട സീതയും കാലം മുതലായ ആഭരണങ്ങളൊക്കെ അരുന്ധദേവിക്ക് ദാനം ചെയ്യുക. ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരിൽ വരുത്തി സദാചാരിതരും ശീലാധികളാവും ഉത്തമന്മാരും ഗൃഹസ്ഥന്മാരുമായ വൈദിക ബ്രാഹ്മണർക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും പശുക്കളും അളവറ്റ ധനവും ദാനമായി നൽകി. കൗസല്യാമാതാവിന്റെ സേവകനായ ബ്രാഹ്മണർക്കും വലിയ വസ്തുക്കൾ ദാനം ചെയ്തു. തന്റെ അന്തപുരത്തിലുള്ളവർക്കും മറ്റ് സേവകന്മാർക്കും കണക്കറ്റ ദാനങ്ങൾ ചെയ്യുകയാൽ താപസന്മാരും ബ്രാഹ്മണരുമെല്ലാം രാജകുമാരന് ആശീർവാദം നൽകിക്കൊണ്ടേ കണ്ണീരൊഴുക്കി. സീതാദേവി അരുന്ധതിക്ക് ദാനങ്ങൾ നൽകി. ലക്ഷ്മണൻ മാതാവായ സുമിത്രാദേവിയെയും കൗസല്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു വന്ദിച്ചു. സുമിത്രപുത്രനെ അഭിനന്ദിച്ച് ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അഗ്രജൻ തന്നെ പരിചരിച്ച് എപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം വിരിയാതെ. രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജ എന്നുടച്ചുകൊൾ പിന്നെ യോജി എന്നോടവിയെ മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപചരാദികൾ കൈക്കൊണ്ടു ജന്മുരാമാദിയെ വണങ്ങിനാൻ. തക്ഷണേ രാഘവൻ ജാനകിതനോട് ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലൻ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളെ വരൻ രാഘവൻ കാമദേവോവൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടിനാനാ ജഗതി വീരാമൻ ആത്മാരാമൻ അംബുജാലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാളയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതും കണ്ടു. ഗേദം കലർന്നു പരസ്പരം ചൊല്ലിനാൻ. കഷ്ടമാകണ്ട കഷ്ടം വശ്യ
കഷ്ടമെന്തിങ്ങനെ വന്നൊരു ദൈവമേയും സോദരനോടും പ്രണയി തന്നോടും പാദചാരേന സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോനതായുധ ദുർഘടമായുള്ള ദുർഘമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്താമൃതൂരരാസന്നിഗ്ധ പദങ്ങളാൽ നിത്യം വനാതെ നടക്കുന്നു കൽപ്പിച്ച പുട്ടീശരിത്രം കടോരമത്രേതുലും പുത്രവാത്സല്യം ദശരഥൻ തന്നോടും മർത്യരിയിൽ ആർക്കും ഇന്നലെയോളവും ഇന്നു തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാനെന്നും കേകയപുത്രേക്കു രണ്ടു വരം നൃപനീരാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു ധനത്തിനു ഭരതനും വാഴ്കന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാ കൊടുക്കും. ഇപ്രകാരം പുരാവാസികളായുള്ള വിപ്രാജികളുമാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരാവാസികൾ തമ്മോടു സാമോദമേവമരു ചെയ്തിത നേരം. നാരായണ നാരായണ. ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചുകൊണ്ട് പിരിയാതെ നീ എപ്പോഴും കൂടെ നടന്നുകൊള്ളണം. രാമനെ നീ ദശരഥെന്ന് കരുതിക്കൊള്ളണം. സീതാദേവിയെ നിന്റെ മാതാവായ ഞാനെന്ന് കരുതണം. വനത്തെ ഒധിയാണെന്നും വിചാരിച്ചു കൊള്ളണം. മകനെ, ഈ വിചാരത്തോടെ സുഖമായി നീയെ പോയി വരിക. അമ്മയുടെ വാക്കുകൾ ശേഷാവഹിച്ചുകൊണ്ട് ആദരവോടെ തൊഴുതിട്ട് ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്തുകൊണ്ട് ശ്രീരാമന്റെ മുമ്പിൽ വന്ന് നിന്ന് വണങ്ങി. ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി പിതാവിനെ ദർശിക്കാൻ പോകുന്ന സമയത്ത് പൗരന്മാരെ കൗതുകത്തോടെ കടാക്ഷിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രതിഗൃഹത്തിലേക്ക് നടന്നു പോകുന്നത് കണ്ട് ദുഃഖിതരായ പൗരന്മാർ പരസ്പരം പറഞ്ഞു, കഷ്ടം കഷ്ടം. നോക്കൂ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദൈവമേ? സഹോദരനോടും ഭക്തിയോടും ഒത്ത് അകമ്പടിയായി ആരുമില്ലാതെ ചരടും മുള്ളും കുണ്ടും കുടിയും നിറഞ്ഞ ക്ലേശകരമായ വഴികളിലൂടെ ചെന്താലുപോലെ കോമളമായ വാസങ്ങളൂന്നി നടക്കാൻ ആജ്ഞാപിച്ച രാജാവിന്റെ മനസ്സ് ക്രൂരം തന്നെ. ഇന്നലെ വരെ ദശരഥൻ ഉള്ളിടത്തോളം പുത്രവാത്സല്യം മറ്റൊരു മനുഷ്യനും ഇല്ലെന്നാണ് കരുതിയിരുന്നത്. മറ്റൊരാൾ പറഞ്ഞു, കയ്യേക്ക് രാജാവ് 2 വരങ്ങൾ കൊടുത്തു പോലും. അതുകൊണ്ട് ശ്രീരാമന് വനവാസത്തിന് പോകുന്നു. ഭരതൻ രാജ്യം ഭരിക്കുന്ന സ്ഥിതി വരും. നമുക്കും കൂടെ വനത്തിലേക്ക് പോകാം. ശ്രീരാമനെ പിരിഞ്ഞാൽ ഇങ്ങനെ സഹിക്കും. ഇങ്ങനെ പൗരന്മാരായ ബ്രാഹ്മണരും മറ്റും പറയുന്നത് കേട്ട് വാമദേവൻ സന്തോഷത്തോടെ അവരോട് പറഞ്ഞു, ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി. അടുത്തതായിട്ട് രാമസീതാതത്വം. നാരായണ.